ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കനാണ്. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ അളവിന് കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. 3/4 കിലോ ചിക്കൻ്റെ അളവിലാണ് ബാക്കി എല്ലാ ചേരുവകളും പറയുന്നത് കേട്ടോ. 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞാക്കിയൊന്നും കട്ട് ചെയ്യേണ്ട, ഒരു വലിയ പച്ചമുളക് ഒരു 3ആയിട്ടൊക്കെ കട്ട് ചെയ്താൽ മതി. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ചതച്ചതല്ല പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ കൈപ്പിടി മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരവൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഞെരടി റെഡിയാക്കി ഈ ചിക്കൻ്റെ ഒപ്പം ഒന്ന് ഞെരടി റെഡിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൊള്ളുന്ന ചെറിയൊരു കുഞ്ഞ് ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ബാക്കി 1 ടേബിൾ സ്പൂൺ ഓയിൽ ബാക്കിയുണ്ട്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ഇതുപോലെ ചെയ്തു വെച്ചിട്ട് പിറ്റേന്ന് രാവിലേക്ക് ആണെങ്കിൽ അപ്പോഴും ഇതുപോലെ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് 1/2 മണിക്കൂർ മാത്രം വെക്കുന്നുള്ളൂ. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ വരാതിരുന്നത് എനിക്ക് നല്ല സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. സൗണ്ട് കുറേയൊക്കെ പോയിട്ട് പിന്നെ എന്താ പറയുക, നല്ല ജലദോഷവും കഫക്കെട്ടും പനിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം വരാതിരുന്നത്. ഇപ്പോഴും സൗണ്ട് ശരിക്കും മാറിയിട്ടില്ല. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ മാത്രം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ, ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പട്ട, ഒരു 5 ഏലക്കായ, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. മൂത്ത് കരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കും. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മളെടുത്തിട്ടുള്ള ചിക്കൻ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഓയിലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ആ ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ കുറച്ച് അരവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെക്കണം കേട്ടോ. ഈ പാത്രത്തിൽ മസാല നമ്മൾ വെറുതെ കഴുകി കളയണ്ട, നമുക്ക് ആ വെള്ളം ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒരു ഭാഗം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മറ്റേ ഭാഗവും കൂടി ഒരു 2 മിനിറ്റ് വെക്കുക കേട്ടോ. ഇപ്പോൾ ഒരു സ്പാച്ചിലോട്ട് മറിച്ചിട്ടാൽ നല്ല പണിയുണ്ട്. ഇപ്പോൾ ഇത് ചെറിയൊരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നല്ല സ്ഥലം ഉണ്ടാവും മറിച്ചിടാൻ. ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷവും ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗം ഈ രീതിയിലൊന്ന് മൊരിഞ്ഞ് റെഡിയായി വരും. എന്നാൽ ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞ് പോകുമില്ല, ഇങ്ങനെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമ്മളിവിടെ നേരത്തെ നമ്മൾ അരവ് ചിക്കനൊക്കെ മസാല തേച്ച് വെച്ച പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം മാത്രമാണ്. നിങ്ങൾ ഗ്ലാസ് ആണെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ മസാലയൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് ടൈമൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എന്താ പറയുക, വെന്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്.
ഇനി ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകരുത്. പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ നമ്മുടെ ചേർത്ത വെള്ളമൊക്കെ വറ്റി, ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളവും എല്ലാം വറ്റി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരല്പം മല്ലിയില, ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിവിടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം ചൂടോടെ തന്നെയാണ് സെർവ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. റെഡിയാക്കി നോക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും പ്രധാനമാണ്. ലൈക്ക് തരാനും ആരും മറക്കരുത് കേട്ടോ. കുറഞ്ഞ ചിക്കൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ നോക്കാം, നല്ല ജ്യൂസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല വെന്തിട്ടുള്ള നല്ല അടിപൊളി ചിക്കനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.